Dr. Mohan Varghese, Rahul Gandhi is with radical Islamist pro-Pak ISIS terror sympathizer Ilhan Omar in the US. She openly supports that Kashmir belongs to Pakistan. He is anti-India, pro-Pak with the Break India forces. ഇതൊക്കെയാണ് വിദേശ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ, വിദേശ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഇതൊക്കെയാണ്. വീണ്ടും ചോദിക്കുകയാണ്, രാഹുൽ വിഘടനവാദിയല്ലേ? കാരണം ആൻറ്റി ഇന്ത്യൻ ഫോഴ്സസുമായിട്ട് വിദേശ രാജ്യത്ത് കൂടിക്കാഴ്ച നടത്തുന്നു. കൃത്യമായിട്ടുള്ളൊരു സന്ദേശമല്ലേ നൽകുന്നത്? എന്തായിരിക്കും രാഹുലിൻ്റെ അജണ്ട? ശ്രീ അനിൽ, രസകരമായ കാര്യമെന്ന് പറയുന്നത്, സ്നേഹത്തിന്റെ കട രാഹുൽ ഗാന്ധി വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ ഭാരതത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നതിന് ശേഷം ഇപ്പോൾ ഇതാ പ്രതിപക്ഷ നേതാവിന്റെ മേലങ്കിയിൽ അദ്ദേഹം അമേരിക്കയിലും ഒരു സ്നേഹത്തിന്റെ കട തുറന്നിരിക്കുകയാണ്. ആ കടയിലേക്ക് കടന്നു വരുന്ന പലരും ഇന്ത്യ വിരുദ്ധരായി എന്നതാണ് പ്രത്യേകത. അതാണ് ശ്രീ അനിൽ ഇപ്പോൾ സൂചിപ്പിച്ച ഇൽഹാൻ ഒമർ. അവര് ഒരു സൊമാലിയൻ പശ്ചാത്തലമുള്ള അമേരിക്കൻ കോൺഗ്രസിലെ അംഗമാണ്. അവർ അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അംഗമാണ്. കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗമാണ്. ഇപ്പൊ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് എന്നത് മനസ്സിലാക്കാം. പക്ഷേ ഒരു പശ്ചാത്തലം, നമ്മൾ ആരുമായി സംസാരിക്കുന്നു എന്നതും ആരോടൊപ്പം കാണപ്പെടുന്നു എന്നതും പലപ്പോഴും നമുക്ക് നിയന്ത്രണമുള്ള കാര്യമല്ല. രാഹുൽ ഗാന്ധിക്കും ഒരുപക്ഷെ അതിന്റെ മേൽ പൂർണ്ണമായ ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. പക്ഷെ വളരെ ബോധപൂർവമായ കൂടിക്കാഴ്ചയാണ് നടന്നത് എങ്കിൽ, ആ ലേഡിയുമായി നടന്ന കൂടിക്കാഴ്ച പശ്ചാത്തലം ഇതാണ്: ഇന്ത്യ വിരുദ്ധമായ ജൽപ്പനങ്ങൾ കൊണ്ട് ഇത്രയും കാലം ശ്രദ്ധ ആകർഷിച്ചിരുന്ന ആ ഒരു ഇൽഹാൻ ഒമർ, അവരൊരു പാക് പക്ഷപാതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വിഷയങ്ങളിലും, കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ വിരുദ്ധ പാക് അനുകൂല നിലപാട് ചരിത്രപരമായി കൈക്കൊണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലേക്ക് 2022 ഒരു ഡെലിഗേഷൻ, അതായത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഒരു ഡെലിഗേഷനോടൊപ്പം സഞ്ചരിച്ച് ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തിയ ഒരു ചരിത്രവും ആ ലേഡിക്കുണ്ട്. അത് മാത്രമല്ല, കാനഡ വിഷയത്തിൽ, നിജ്ജാർ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയെ കടന്ന് ആക്രമിക്കുന്ന ഒരു നിലപാടായിരുന്നു. അത് മാത്രമല്ല, സിഖ് കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ പീഡനം അനുഭവിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ഭംഗ്യാന്തരേണ പറഞ്ഞു വെക്കുമ്പോൾ അതിനോട് പൂർണ്ണമായി എൻഡോഴ്സ് ചെയ്യുന്ന ഒരു നിലപാടാണ് ഇൽഹാൻ ഒമറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനെല്ലാം പുറമെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ സിഖ് ഖലിസ്ഥാൻ വാദി നേതാവ് ഗുർപട്വന്ത് സിംഗ് പന്നു വളരെയധികം അപകടകാരിയായ ഒരു സിഖ് നേതാവാണ്. ഖലിസ്ഥാൻ വാദത്തെ, ഇന്ത്യ വിരുദ്ധ പഞ്ചാബ് ഖലിസ്ഥാൻ വാദത്തെ ലോകവേദികളിൽ ഉയർത്തിക്കാട്ടുന്ന, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പിടികിട്ടാനുള്ള ആളാണ് പന്നു വളരെയധികം എൻഡോഴ്സ് ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. ഇതൊരു കേവലം ആകസ്മികമായി സംഭവിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് സിഖ് കമ്മ്യൂണിറ്റി, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗ വേദിയുടെ തൊട്ട് മുൻപിൽ ഒരു സിഖ് തലപ്പാവണിഞ്ഞ, ടർബൻ അണിഞ്ഞ ഒരാളെ നിന്നു. അദ്ദേഹത്തോട് പേര് ചോദിച്ചു. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, ഒരു സിഖുകാരനാണ്. അപ്പൊ അദ്ദേഹത്തെ ചൂണ്ടി പറയുകയാണ്, താങ്കൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ടർബൻ, അത് മാത്രമല്ല കൃപാൺ, ഇതെല്ലാം തന്നെ നാളെ ധരിക്കാൻ അവസരം ലഭിക്കുമോ? ഇന്ത്യയിൽ ഇതുപോലെ ധരിച്ചുകൊണ്ട് സിഖുകാർക്ക് നടക്കാനാവുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം അമേരിക്കയ്ക്ക് വെളിപ്പെടുത്താൻ രാഹുൽ വിസമ്മതിക്കുന്നു. അല്ല എങ്കിൽ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് കാണിക്കുന്നു എന്നതാണ്. ഇതിനെല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത്, ഭാരതത്തിലെ ജനതയെ ഗവൺമെന്റ് രണ്ട് രീതിയിൽ കാണുന്നു. രണ്ടു തരം അല്ലെങ്കിൽ പലതരം പൗരന്മാരാണ്. ദക്ഷിണേന്ത്യയോട് മറ്റൊരു നിലപാട്, തമിഴ്നാടിനോട് മറ്റൊരു നിലപാട്, സിഖുകാരോട് മറ്റൊരു നിലപാട്. ഇവിടെ RSSന്റെ അജണ്ടയെ തുറന്നാക്രമിക്കുന്നു എന്ന വ്യാജേന അർത്ഥസത്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു വേദിയായി അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമായുള്ള സംവാദം, രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ, അല്ല എങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, ഇതെല്ലാം ഉപയോഗിക്കുന്നു എന്നത് വളരെ വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ വിരുദ്ധത എന്നത് വാക്കുകളിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് എന്ന രീതിയിലാണ് രാഹുലിനെതിരെ ആരോപണം. നോക്കൂ, രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആരൊക്കെയാണ്? അത് മാത്രമല്ല, അതിശക്തമായി എതിർത്തിരിക്കുന്ന BJP നേതാക്കൾ ആരൊക്കെയാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അതുപോലെ ഗിരിരാജ് സിംഗ്,
ഹർദീപ് സിംഗ് പുരി, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, സിഖുകാരനായ ആളാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തൽഭാവം ധരിച്ച് എവിടെ വേണമെങ്കിലും പോകാൻ ഇതുവരെ അവസരം ഉണ്ടായിരുന്നു, യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. അതുപോലെ RP സിംഗ്, അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രൂക്ഷമായ വിമർശനം. കേരളത്തിന്റെ തിരുവനന്തപുരത്ത് മത്സരിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ വക അതിശക്തമായ വിമർശനം. കിരൺ റിജ്ജു, പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജ്ജുവിന്റെ ഭാഗത്തുള്ള വിമർശനം. അതുപോലെ അനുരാഗ് ഠാക്കൂർ, ഇതെല്ലാം പുറമെ സഞ്ജയ് നിരുപം എന്ന ശിവസേന നേതാവിന്റെയും വിമർശനം. അപ്പൊ വിമർശന ശരങ്ങൾ കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ പാക് അനുകൂലമെന്ന് തോന്നാവുന്ന ഒരു നേതാവിനോടൊപ്പം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതും, അത് മാത്രമല്ല കനേഡിയൻ സെപ്പറേറ്റിസ്റ്റ് നേതാവ്, സിഖ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് സംസാരിച്ചതുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനത്തിനെ വളരെയധികം കരുനിഴലിലാക്കി എന്ന് വേണമെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ.